ഇവിടെ ഡിപ്പ് ചെയ്ത പീസാണ് കേട്ടോ. കാറിൻ്റെ കുറച്ച് സാധനങ്ങൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ്. 4G നേരെ നമ്മുടെ എക്സ്പോർട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഗ്രഫീൻ പാക്കേജ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ടോപ്പ് ഓഫ് ദ ലൈൻ കോട്ടിങ് 7 വർഷം വാറണ്ടി വരും. അവിടെ ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓഡി ടെയിൽ എന്ന് പറയും സാധനം. ഇതിൽ കസ്റ്റമേഴ്സിന് ഞാൻ ഇതാ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് കാണാനും ഭയങ്കര സ്റ്റാൻഡേർഡ് സാധനമാണ്. IQ മോഡൽ എന്ന് പറയും. 2 ലെൻസും. അപ്പോൾ ഇന്ന് നമ്മുടെ പോളയുടെ അകത്തുനിന്നാണ്. ഇന്നലെ നമ്മളെ വണ്ടിയുടെ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക് പാഡ് മാത്രമേ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൂ. നമുക്ക് വേണ്ട ബ്രേക്ക് പാഡ് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിപ്പോൾ വിളിച്ചായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് മാറ്റുന്നുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വണ്ടിയുടെ ഗ്രഫൈൻ കോട്ടിങ് ആഡ് ചെയ്യാൻ പോകണമെന്ന്. അപ്പം അത് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ബേക്കിൽ ആ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. നമ്മളെ നെക്സ്റ്റ് കസ്റ്റംസിൽ ഒരു ടേബിൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഡിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടേ ഒരു ഗ്ലാസ് വേണം. അപ്പോൾ അത് രാവിലെ പർച്ചേസ് ചെയ്തിട്ട് നമ്മളെ നെക്സ്റ്റ് കസ്റ്റംസ് ഈ വരുന്ന വഴിയിൽ റോഡിൽ നിന്നും ബോർഡും കാര്യങ്ങളൊന്നും വച്ചിട്ടില്ല. സംഭവം കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. കുറച്ച് വണ്ടികളൊക്കെ ഇറങ്ങിപ്പോയാലേ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗേറ്റൊക്കെ തുറന്ന് പയ്യെ ഇതും അവിടെ പോണ്ട്. ഇത് നമ്മുടെ ഷോപ്പ്. യെസ്, ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറക്കണം. ഇവിടെ ഇരിക്കുന്ന കുറച്ച് വണ്ടികളെ വർക്കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു വ്ളോഗ്. TV കാണിച്ചു നിങ്ങൾക്ക്. TV കണ്ടോണ്ട് പൊട്ടിയറിക്കാന്ന് പറഞ്ഞു. TV വാങ്ങിച്ചാന്ന്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലാക്ക് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ നമുക്കിതാ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ നോക്കോട്ടൻ്റെ വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുമ്പായിട്ട് വണ്ടിയുടെ ലോഞ്ചിന് മുമ്പായിട്ട് അവൻ്റെ വണ്ടി ഒന്നും കാണിക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ഡിപ്പ് ചെയ്ത പീസാണ് കേട്ടോ. കാറിൻ്റെ കുറച്ച് സാധനങ്ങൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ്. 4G കാർബൺ ഡിപ്പ് ചെയ്ത പീസാണ്. ഇത് ക്ലിയർ കോട്ട് അടിച്ചിട്ടില്ല, ജസ്റ്റ് ഡിപ്പ് മുക്കി അത് ഉണങ്ങിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു പീസ്. ബാക്കി ഇതെല്ലാം നമ്മൾ 4G കാർബൺ നമ്മുടെ ഷോപ്പിൽ തന്നെ ഡിപ്പ് ചെയ്ത സാധനങ്ങളാണ്. നമ്മൾ നൈസായിട്ട് ഡിപ്പിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കിട്ടാവുന്ന പരിധിയിലുള്ള എല്ലാ സാധനവും നമ്മളിപ്പോൾ ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഡിപ്പിങ് മെത്തേഡ് എല്ലാം സെയിം തന്നെ. പക്ഷേ ഫിലിം നമുക്കിപ്പോൾ 4G കാർബൺ വന്നിട്ടുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ വണ്ടർ വുമൻ്റെ ഡിപ്പിങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ വരുന്നതായിരിക്കണം. RX 100 നമുക്ക് ഫുൾ വർക്കിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയും കൂടെയാണ്. ഇതിൻ്റെ എഞ്ചിനും ഭാഗവും ഫുള്ള് പെയിൻ്റ് അടിക്കണം. ടാങ്കൊക്കെ നമുക്കൊരു കസ്റ്റം ഡിസൈൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്യണം. പിന്നെ ഒരു RC ഫുൾ വർക്കിനകത്ത് വന്നൊരു RC ആണ് കേട്ടോ. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ മറ്റേ കിറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. മറ്റേ X2XC കിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റാപ്പിങ് കാര്യങ്ങളൊക്കെ ഇന്ന് നൈറ്റൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തിരിപ്പുണ്ട്. ഒരു വണ്ടി ഇത് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കും പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പെയിൻറ്റ് ബൂത്ത് ഒരു വലിയ ബൂത്താണ്. പക്ഷേ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിയും കാര്യങ്ങളൊക്കെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പീസൊക്കെ ഇളക്കി പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ പെയിൻറ്റർ ഇതായിരിക്കുന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ഡെയിലി വ്ലോഗ് പോലെ ഒരു വീഡിയോ എടുത്തതാണ്. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ കാണിച്ചു തന്നാൽ. ഇനിയിപ്പോൾ നേരെ നമ്മുടെ കൊല്ലം നമ്മളെ എക്സ്പോർട്ടേക്ക് പോയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗ്രഫയും കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. വണ്ടി ഈ കാണുന്നതല്ല, ഇതിൻ്റെ അകത്തൊക്കെ കുറേ അഴുക്കുകളുണ്ട്. ഇതൊക്കെ ഒരിക്കലും പോകാത്ത അഴുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ പോളിച്ചൊക്കെ ചെയ്താലേ ഇതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ. ഇവിടെ ഈ മാർക്ക് കണ്ടില്ല, എത്ര കഴിയിട്ടും പോകാത്ത മാർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ മാർക്ക്. പിന്നെ ഇവിടെയോ ഒരു ചെറിയ സ്ക്രാച്ചുണ്ട്. ഏതായാലും ഇവിടെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ക്ലിയർ ഇങ്ങനെ ഒലിച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ പോളിഷ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഗ്രഫിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ റൂഫ് ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ള് അഴുക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അറിയത്തില്ല, പിഴളൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ബ്ലാക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള സംഭവം. അടിച്ചെല്ലാം ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഗ്രഫൈൻ കോട്ടിങ്ങുടെ ആടാവാൻ നേരത്ത് ഈ ഒരു ബ്ലാക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കും. അതൊക്കെയാണ് അപ്പോൾ പരിപാടി. ഈ ഒരു കാണുന്ന ലുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ അതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു തിളക്കം എത്ര നാൾ നിൽക്കുമെന്നൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ. കുറച്ച് നമുക്ക് പെയിൻറ്റ് പ്രൊട്ടക്റ്റീവ് ആളോ സംഭവം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടിയും കൊണ്ട് നേരെ നമ്മുടെ എക്സ്പോർട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനി ഏകദേശം 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടുമായിരിക്കണം. നമ്മുടെ ജിതിപ്രോദാ നിൽക്കുന്ന സെറ്റല്ലേ. അപ്പോൾ നമ്മുടെ സെറാമിക്കാണ്, PPF ആണ്, ഗ്രഫൈനാണ് ബെറ്റർ ആയിട്ടുള്ളത്. ബ്രോ, നമ്മളൊരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ
ബഡ്ജറ്റ് ഇത്തിരി സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എപ്പോഴും PPF ആണ് ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടയോ ഒരയോ മുട്ടയോ എന്തുണ്ടെങ്കിലും ഇപ്പം ബ്രോ കുറച്ച് അവിടെ പെയിന്റ് ഒക്കെ ചെയ്യേണ്ടി അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ PPF മാറ്റുക, അവിടെ വേറെ ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. വണ്ടിയുടെ വാല്യൂ കുറയത്തില്ല, അതായത് റീപെയിന്റ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ നമ്മൾ പ്രീമിയം ഫിലിംസ് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബഡ്ജറ്റാണ്. നമ്മളിപ്പം എക്സ്പ്ലോർട്ട് നമ്മൾ ഓൺ ബ്രാൻഡാ, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പം പോളോയിലൊരു വണ്ടി നമുക്ക് 50,000 5 ഇയർ വാറണ്ടി ഫിലിം ചെയ്യാം, ഫുൾ ബോഡി 5 വർഷം വാറണ്ടി വരും. അപ്പോൾ അത് ലാഭമാണ്. കാരണം ഇപ്പോൾ ഗ്രഫീൻ കോട്ടിങ് നല്ലൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാലും ഒരു 30 റേഞ്ചൊക്കെ എന്തായാലും പ്രൈസ് വരും. അപ്പോൾ ഒരു 20 രൂപയും കൂടി ഇട്ട് കഴിഞ്ഞാലും ഒരു നഷ്ടമില്ല. പിന്നെ കുറച്ച് ഓൾഡർ വെഹിക്കിളാണ്. അതേപോലെ തന്നെ നമ്മൾ ഭാവിയിൽ ഒരു 3 വർഷം കഴിഞ്ഞ് കളർ ചേഞ്ച് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതൊരു 5 ഇയേഴ്സ് പ്ലസ് കിടക്കുന്ന സംഭവം. അപ്പം PPF നടന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് മുന്നേ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മുന്നേ PPF ചെയ്ത വണ്ടിയാ. പുള്ളി ഇപ്പം സർവീസിന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫ്രണ്ട് ബമ്പറിൽ 3-4 സ്ക്രാച്ച് വീണു. അത് നമ്മളിപ്പോൾ ആ ഭാഗം മാത്രം റീപ്ലേസ് ചെയ്യുക. അതാണ് ഇതിന്റെ ഗുണം. അതായത് വണ്ടി തന്നു കഴിഞ്ഞാൽ രാവിലെ തന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് റീപ്ലേസ് ചെയ്ത് കൊണ്ടുപോകാം. പെയിന്റ് ചെയ്യാനുള്ള അന്ന് തന്നെ കൊണ്ടുപോകാം. പെയിന്റ് ചെയ്യാനുള്ള സമയം പോകുന്നില്ല. ഇതിപ്പം നമ്മളെന്ന് പറഞ്ഞാൽ അവിടെയും കുറച്ച് റീപെയിന്റ് ഉണ്ട്. പിന്നെ പെയിന്റ് ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി അതിഭീകരമായി കിട്ടില്ലോ എന്ന് പറയാനില്ലല്ലോ. നമ്മൾ ഇനി ഇതിനെ പോളിഷ് അടിച്ചെടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇനി PPF ചെയ്യുന്നത് നഷ്ടമാണ്. നമ്മളിപ്പോൾ ഇത് ഫുൾ ഒന്ന് റീപെയിന്റ് ചെയ്ത് അടിപൊളി ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ PPF ചെയ്തിട്ടാലും നഷ്ടമില്ല. ഇതിപ്പോ ഈ വാട്ടർ മാർക്ക് അല്ല, അത് ഒരുവിധം പോകും. നമ്മളിത് ഫുള്ള് ഡീപ്പായിട്ട് ഫുൾ ഒരു 3 സ്റ്റെപ്പ് പോളിഷിംഗ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഇതിനകത്ത് ഗ്രഫീൻ പാക്കേജ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ടോപ്പ് ഓഫ് ദ ലൈൻ കോട്ടിങ് 7 വർഷം വാറണ്ടി വരും. ഇതിനകത്ത് നമുക്കൊരു 3 സ്റ്റെപ്പ് പോളിഷിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ വണ്ടി ഫുൾ വാഷ് ചെയ്യും. പിന്നെ ക്ലേ ബാർ ചെയ്യും. ക്ലേ ബാർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടാമിനൻസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ക്ലേ ബാർ ചെയ്യുന്നത്. ക്ലേ ബാർ ചെയ്തതിന് ശേഷം അയൺ റിമൂവൽ ഉണ്ട്. അയൺ റിമൂവലും ചെയ്തതിന് ശേഷമാണ് പോളിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 3 സ്റ്റെപ്പ് ആണ്. നമ്മൾ റഫ് തൊട്ടേ അടിച്ചു തുടങ്ങും. കാരണം ഇത് ഇത്ര മോശമായതുകൊണ്ട് റഫ് അടിക്കും. സെറാമിക്കും ഗ്രഫീനും എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഫൈനൽ കോട്ടിങ്ങിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ 3 സ്റ്റെപ്പ് പോളിഷിംഗ് സൂപ്പർ ഫൈൻ പോളിഷിംഗും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഫുൾ IP ഇട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കോട്ടിംഗ് ഇടും. അപ്പം നമ്മൾ കോട്ടിംഗ് ചെയ്യുന്ന RD ഷൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 7 വർഷം വാറണ്ടി വരുന്ന നാനോ ഗ്രഫീൻ കോട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഇന്റീരിയർ ഡീറ്റെയിലിംഗ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അകമെല്ലാം നമ്മൾ വൃത്തിയാക്കും. എഞ്ചിൻ ബേ എല്ലാം ക്ലീൻ ചെയ്യും. അലോയ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയാക്കും. മൊത്തം ഫുൾ വണ്ടി A to Z ഷോറൂമിൽ നിന്ന് ഇറക്കി ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്നത്. എപ്പോഴും പുതിയ വണ്ടി എടുക്കുമ്പോൾ നേരെ അങ്ങ് ചെയ്തിരുന്നതാണ് നല്ലത്. ഇതിപ്പം നമ്മളിപ്പം ബ്രോ ഇപ്പം എടുത്ത വണ്ടി നമ്മളിപ്പം പുതിയതാക്കി ഇറക്കും. അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. ഇതിലിപ്പോൾ ഞാൻ PPF ചെയ്യാൻ നല്ല രീതിക്ക് എമൗണ്ട് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം നമുക്കൊരു ഗ്രഫൈൻ കോട്ട്, തൽക്കാലം അല്ല ഗ്രഫൈൻ കോട്ട് നല്ലൊരു ഓപ്ഷൻ ആണല്ലേ? ഗ്രഫീൻ നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വണ്ടി ഇപ്പം ഇതേപോലെ ഇത്ര അഴുക്കാവത്തില്ല. മനസ്സിലായി? ഇപ്പം ഇത് ചെയ്തതിന് ശേഷം പൊടിയൊക്കെ പിന്നെ ഇങ്ങനെയുള്ള പൊടികളൊന്നും ഒരുപാട് നിൽക്കത്തില്ല. അതായത് ഇതൊക്കെ അങ്ങ് ഇത്ര ഇങ്ങനെ അഴുക്ക് പിടിക്കത്തില്ല. ഇപ്പം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ i20 ഉണ്ടോ? ഇത് നമ്മളെ ഗ്രഫീൻ ഒന്നും അല്ല, നമ്മുടെ 1 വർഷം വാറണ്ടിയുള്ള സെറാമിക് കോട്ടിങ് ചെയ്തതാ. ഇതിപ്പം കഴുകിയിട്ട് എനിക്ക് തോന്നുന്നു 1.5 മാസമെങ്കിലും ആയി. നമ്മളെ ബൂത്തിൽ ഇപ്പം നമ്മൾ പോയില്ല, ആ വഴി ഞാൻ എപ്പോഴും ഓടുന്നതാ. അപ്പം എന്നിട്ടും ഇതിനകത്ത് കണ്ടോ ഇപ്പൊ നമ്മൾ ദൂരെ നോക്കി ഒരു മിനിമം തിളക്കം ഉണ്ട് ഈ വണ്ടിക്ക്. മനസ്സിലായോ? അപ്പം ഈ ഒരു ലെവല്. പക്ഷെ ഇതിനെ ഇപ്പം നമ്മൾ കയറ്റി കഴുകി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഒന്ന് വെള്ളം അടിച്ച് തുടച്ചു കഴിഞ്ഞാൽ ഇത് പോളിഷ് ചെയ്തിട്ട വണ്ടി പോലെ കിടക്കും. അതാണ് നമ്മളെ കോട്ടിങ്ങിന്റെ ഗുണം. നമ്മളെ മെയിൻ്റനൻസ് ഭയങ്കര എളുപ്പമായിരിക്കും. അതിപ്പം ബ്രോയ്ക്ക് അത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെള്ളം തന്നെ അഴുക്കങ്ങ് പൊക്കോളൂ. അതാണ് അപ്പം വേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സുന്ദര കുട്ടപ്പനാക്കാം. അപ്പം ഇന്ന് കൊടുത്ത് ഏകദേശം 3 days ആണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഞായറാഴ്ച ഉള്ളതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച വണ്ടി ഇറക്കാം കിട്ടും. അപ്പം നമുക്ക് പോളയ്ക്ക് വേണ്ടി കുറച്ച് ആക്സസറീസും കൂടെ സെറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഗിയർ എക്സ്പോർട്ടേക്കിൽ ഇപ്പം നമ്മൾ കാറിന്റെ A to Z എല്ലാ പരിപാടിയും ഉണ്ട്. മെക്കാനിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഇപ്പം ബൂത്തിൽ പോയി അവിടേക്ക് ബൂത്തൊക്കെ ഇപ്പം പടമണ്ടാരം ബൂത്തൊക്കെ ആക്കി വെച്ചേക്കട്ടോ. എല്ലാ ഡെന്റിങ് വർക്കും കാര്യങ്ങളെല്ലാം ആക്കി സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ്. അപ്പം നമുക്ക് പോളയ്ക്ക് വേണ്ട ഹെഡ്ലൈറ്റ് ഇവിടെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. നമുക്ക് പോളയുടെ ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതും കൂടെ വച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പം ഇറക്കുന്നത്. ഇവിടെ വരുന്നവരെ ഈ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് എന്നെ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയാം ഇതിനെ വേണമെങ്കിൽ. അങ്ങനെ പറഞ്ഞ് എടുപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. കാറിൻ്റെ ആക്സസറീസിൻ്റെ സെയിലിനായിട്ടല്ല അല്ലേ ഇവിടെ വരുന്ന? ഇല്ല, നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കിന് വരുന്ന വണ്ടികൾക്ക് നമ്മൾ ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഒരു ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. മാർക്കറ്റിലുള്ള അത്രയും റേറ്റ് ഒന്നും നമ്മൾ എടുക്കത്തില്ല. നമ്മൾ പെയിന്റ് ചെയ്യുന്ന വണ്ടി, PPF ചെയ്യുന്ന വണ്ടി, അങ്ങനെയുള്ള വണ്ടികൾക്ക് വേണ്ടി മാത്രം. ആക്സറീസ് ഇനി ഭാവിയിൽ മേ ബി നമ്മൾ ഗിയർ ഓൺ പോലെ ആക്സറീസ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടാവാം. ഇപ്പം തൽക്കാലം ആ ഒരു രീതിയിലേ ഉള്ളൂ. വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അടുക്കി സെറ്റ് ഞാൻ താക്കോൽ എടുത്ത് തരാം. വേണം ലൈറ്റിന്റെ ബൾബ് അതേപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ. നമുക്ക് ഹെഡ്ലൈറ്റ് നോക്കാം. പോളോയുടെ ബാറ്റ്മാൻ മിറക്കാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് ഇനി ഒരുപാട് ദൂരം ആരും പോകട്ടെ. ഇത് മൊത്തം പോളോയുടെ ആണല്ലേ? മൊത്തം പോളോയുടെ. പോളോയും സ്വിഫ്റ്റും നമുക്ക്
ലോഡ് കണക്കിന് വരുന്ന വണ്ടിയാണ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ സ്വിഫ്റ്റിന്റെ സ്പോർട്സ് കിറ്റ് ഉണ്ടല്ലോ, നമ്മൾ Type 3 സ്വിഫ്റ്റിന്റെ സ്പോർട്സ് കിറ്റിന് ഇപ്പോൾ ഒരു ഓഫർ കിടപ്പുണ്ട്. അതായത് സ്പോർട്സ് കിറ്റ്, അതായത് ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, സൈഡ് സ്കേർട്ട് വിത്ത് DRL, അതിന്റെ പെയിന്റിങ്, വണ്ടി ഫുള്ള് 1 ഇയർ സെറാമിക് കോട്ടിങ്, ഇന്റീരിയർ ഡീറ്റെയിലിംഗ്, മൊത്തത്തിൽ 40 രൂപ. ആ കിറ്റ് അതായി ഇരിക്കുന്നത്, സ്കേർട്ടും ബമ്പറും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വാരി വലിച്ചിട്ടിട്ടില്ല ആവശ്യം. ഇത് നമ്മൾ ഇപ്പൊ ആക്ച്വലി ആക്സറീസ് നമ്മളിപ്പം എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ, ഇവിടെ ബില്ലിങ് ആക്കുന്നേ ഉള്ളൂ. അതായത് ആക്സസറീസിന്റെ ഇൻവെന്ററി ആഡ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ അതിനു വേണ്ടി വലിയ പർച്ചേസ് ആയിട്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പം പതുക്കെ കൊണ്ടൊരു നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴേ നമ്മൾ ഇത്തിരി നല്ല രീതിയിൽ ആക്സറീസ് എടുത്ത് വെക്കും. ഇത് പോളോയുടെ ഓഡി ടെയിൽ എന്ന് പറയും, മറ്റേ ഓഡിയുടെ മോഡൽ. ഇതിന്റെ പ്രൊജക്ടർ ആക്ച്വലി RGB വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വില കുറവാണ്. ഇത് കസ്റ്റമർ റേറ്റ് വരുമ്പോൾ 23 രൂപ റേഞ്ച് ഒക്കെ വരത്തുള്ളൂ. ഇത് വെച്ചാലും മതി ബ്രോ, ഇത് സംഭവം അടിപൊളിയാ കാണാൻ. ഇത് കുറച്ചുകൂടെ റെയറാ, എല്ലാരും W അല്ലേ വെക്കുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റാൻഡേർഡാ. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട്, IQ എന്ന് പറഞ്ഞ്. അടുത്തൊരു ബോക്സ് പൊട്ടിച്ച് നമ്മൾ ആക്ച്വലി കൂടുതൽ കസ്റ്റമേഴ്സിന് ഞാൻ ഇതാ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം റെയറാ, എല്ലാരും വെച്ച് തുടങ്ങിയിട്ടില്ല, കാണാനും ഭയങ്കര സ്റ്റാൻഡേർഡ് സാധനമാണ്. IQ മോഡൽ എന്ന് പറയും. 2 ലെൻസും വരും, DRL വരും, അതിൽ തന്നെ ഇൻഡിക്കേറ്ററും വരും. ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി, ഇത് നല്ല സ്റ്റാൻഡേർഡ് ഒരു സാധനം. ഇതെല്ലാം പോളോയ്ക്കാണല്ലോ. പോളോ. ഞാൻ ഒരു പോളോ എടുത്തപ്പോൾ പിന്നെ പോളോയുടെ സാധനം മറ്റേ ലംബോഗിനി മോഡൽ എന്ന് പറയും. ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു സാധനം വരും. ഇത് പക്ഷേ സ്മോക്ക് ചെയ്ത ഒരു ലുക്കാണ്, പക്ഷെ വില ഭയങ്കര കുറവാണ്. ആണല്ലേ. V2 മോഡൽ എന്ന് പറയും. ഇത് വരുമ്പോഴത്തേക്ക് ഒരു 9 രൂപ വരും. ഇതാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോളോ ടെയിൽ. കണ്ടിട്ടില്ല ഈ സാധനം. ഇത് റെയറാ. ഇത് നമ്മൾ കൂടുതൽ സ്മോക്ക് ചെയ്താ വെക്കാറ്. അതായത് ടിൻഡ് ചെയ്യും, ഫുൾ അങ്ങ് ഡാർക്ക് ടിൻഡ് ചെയ്യും. അപ്പോഴത്തേക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ട് ഈ ഒരു ഇതാ DRL വരുന്ന ഒരു ലംബോഗിനി മോഡൽ എന്ന് പറയും. കൊള്ളാം. അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ എടുത്തിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു പോളോ വർക്കിനായിട്ട് കൊണ്ടുവന്നതാണ് എൻ്റെ പോളോ. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു പോളോ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി ഫ്രണ്ട് ബമ്പറിലും പെയിന്റിംഗ് ഉണ്ടായിരുന്നു, ഹുഡ് പെയിന്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുള്ള് ഒരു സെറാമിക് കോട്ടിംഗ് പാക്കേജ്. അത് ഇതിൻ്റെ ഫ്രീ ആണോ? അല്ലല്ല, കോട്ടിങ് അല്ലാതെ കസ്റ്റമർ കോട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇതിന്റെ ബമ്പറിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റീപെയിന്റ് സജസ്റ്റ് ചെയ്ത. ഇതിന്റെ അലോയ് മാറുന്നുണ്ട്, കാലിപ്പർ നമ്മൾ പെയിന്റ് അടിച്ചത്. അതായത് ബൂത്തിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുന്നേ ഈ അലോയ് ഒരു കാലിപ്പർ അങ്ങ് പെയിന്റ് അടിച്ചേ. നമ്മൾ മറ്റേ ക്യാനിലല്ല പെയിന്റ് ചെയ്യുന്ന, ബൂത്തിൽ പ്രൈമർ എല്ലാം കൊടുത്ത് പ്രോപ്പർ ആയിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇട്ട് തന്നെ അലോയ് മാറിയാൽ മതി, ഇനി ബൂത്തിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ക്യാമറ പൊളിച്ചിരിക്കുന്നു ഇവന്മാരുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കൊടുത്തിട്ട് അപ്പം ഞാൻ തിരിച്ചപ്പം ഇവിടുന്ന് ബസ്സിൽ പോകാനാണ് കേട്ടോ. അപ്പം നമുക്ക് തിങ്കളാഴ്ച വന്ന് വണ്ടി നമുക്ക് ഇവിടുന്ന് ഡെലിവറി എടുക്കാം. അപ്പോഴത്തേക്ക് ഇപ്പം കാണുന്ന വണ്ടിയല്ല, വേറൊരു കിട്ടണം കച്ച് വണ്ടിയായിരിക്കും. ഓക്കെ, പോട്ടാ ബ്രോ. അപ്പം ഓക്കെ, തിങ്കളാഴ്ച അവിടെ. അപ്പം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വരുന്ന വഴിക്ക് KTB ഷോറൂമിൻ്റെ കുറച്ച് സ്പെയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ബസ് കാത്ത് പോവുകയാണ്. ബസ്സിലാണ് തിരിച്ച് ഇവിടുന്ന് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. കൊല്ലത്തുനിന്ന് ബസ് കയറി ചാത്തന്നൂർ എത്തിയിട്ടുണ്ട്. ചാത്തന്നൂർ നമ്മൾ പിക്കപ്പ് ചെയ്യാൻ ചെറുക്ക് എത്തിയിട്ടുണ്ട്. ആയിട്ട് നമ്മൾ നേരെ നമ്മളെ പെയിൻറ്റിങ് ഗാരേജിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്ത് ആ പീസും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയറൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ഫോർജ്ഡ് കാർബൺ. ഈ ഫോർജ്ഡ് കാർബൺ നമുക്ക് അണ്ടർ കോട്ട് ഇപ്പോൾ സിൽവർ കാണുന്നില്ലേ, അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ആ സിൽവറിൻ്റെ പോർഷൻ നമുക്ക് റെഡ് ആണെങ്കിൽ അണ്ടർ കോട്ട് റെഡ് അടിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് വണ്ടിക്ക് മാച്ച് ആവുന്ന കളറിൽ നമുക്ക് ഡിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പം നമ്മൾ സിൽവറാണ് ചെയ്തേക്കുന്നത്. സിൽവറാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അല്ലേ. സിൽവറാണ് ചെയ്തേക്കുന്നത്. ബാക്കി പീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇത് ചെയ്തതാണ്, അത് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇതൊന്നും കൂടെ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഡീക്കിൻ്റെ ചെറിയ പീസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പൊളി. ഷോപ്പിൽ വന്ന വേറൊരു വർക്കാണ് കേട്ടോ. ആക്സോൻ്റെ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ഹെൽമെറ്റ് ആയിരുന്നു. ഇത് ഹെൽമെറ്റ് വന്നപ്പോൾ കണ്ടീഷൻ്റെ ഫോട്ടോ എൻ്റെ ഇല്ലാതായിപ്പോയി. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് പെയിൻറ്റ് അടിച്ചിട്ട് ഒരു റിഫ്ലക്റ്റ് സ്റ്റിക്കറും കൂടെ, അത് അവൻ പറഞ്ഞ് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റിക്കർ കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മളത് കുറച്ച് അടിപൊളി വർക്കായിട്ട് എൻ്റെ വേക്കിലും സൈഡിലും എല്ലാം കൂടെ ഒരു ഗോൾഡ് സ്റ്റിക്കർ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ ക്ലിയറും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ ഫേസ് വരെ അതുവഴി റിഫ്ലക്റ്റ് അടിച്ച് കാണാനായിട്ട് പറ്റും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് കുറച്ച് പേളും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ആക്സോൻ്റെ ഈ ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാം ഉണങ്ങി സെറ്റായിട്ടിരിക്കുക.
അപ്പോൾ ഇന്നത് കസ്റ്റമറിന് ഡെലിവറി ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം രാത്രി 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇല്ല നിന്നെ കിട്ടൂലടാ, അതിനെ കിട്ടൂല. ഇപ്പം നമ്മൾ രാത്രി 12 മണിക്ക് ഒരു RCയുടെ റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റാപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, ആ കൈ മാത്രം കാണിച്ചു തരാൻ ചെയ്യുന്ന എൻ്റെ. അപ്പം ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് നമുക്കുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലായിട്ട് ഇടാം. അപ്പോൾ കസ്റ്റമറിൻ്റെ വണ്ടിയല്ലേ, അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ പബ്ലിഷ് ആക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാതെ. അപ്പോൾ റാപ്പ് കഴിഞ്ഞിട്ട് കാണിക്കാം. റാപ്പ് ചെയ്യുന്ന പയ്യനാണെങ്കിൽ കാണിച്ചില്ല. പയ്യൻ ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റാപ്പ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ഡിപ്പിങ്, നമ്മൾ ഡ്യൂക്കിൻ്റെ ഫുഡ് ട്രസ്റ്റ് വരുന്ന പീസില്ലേ, അതിൻ്റെ പീസ് കുറച്ച് ഡിപ്പിങ്ങിനായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും